രസകരമായ എക്സ്പീരിയൻസ് ഉണ്ടായി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു ദിവസം ഒരു സൈറ്റിൽ പോയിട്ട് കോൺക്രീറ്റിങ്ങിൻ്റെ തൊട്ട് മുന്നേയുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻസ്പെക്ഷൻ അഥവാ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തത് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റിൽ പോയതായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ആവശ്യമുള്ളതിനേക്കാൾ കുറേയധികം റീഇൻഫോഴ്സ്മെൻറ്റ് അഥവാ കമ്പി ഇതിൽ കൊടുത്തതായിട്ട് കണ്ടു. ഞാൻ ഉടനെ തന്നെ കോൺട്രാക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെ കുറച്ച് അധികം റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടല്ലോ, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയണ്ടായി, സാറേ ദയവായിട്ട് പ്ലീസ് ഒന്നും ഇണ്ടാതിരിക്കും, അവിടെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഉപ്പ അവിടെ ഉണ്ട്, അവരിത് കണ്ടു കഴിഞ്ഞാൽ കമ്പി ബാക്കി കട്ട് പീസ് കണ്ടാൽ അതല്ലെങ്കിൽ എക്സസ് കമ്പി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓവറായിട്ട് ഫയർ ചെയ്യും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രയാസം ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. നിങ്ങളുടെ നിർമ്മാണത്തിൽ ഇത്തരം പാഴ്ചെലവുകൾ വരാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ നിർമ്മാണവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഐഡിയ ഇല്ലാത്ത പ്രായമായ ഉപ്പ അതല്ലെങ്കിൽ ഉപ്പയുടെ അനിയൻ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ വൈഫിൻ്റെ അനിയൻ ജ്യേഷ്ഠൻ എന്നിവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നിർമ്മാണത്തിൽ ഇത്തരത്തിലുള്ള പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ അത് വളരെയധികം ഫലവത്തായിരിക്കും. നിങ്ങളുടെ നിർമ്മാണ സംബന്ധമായ എല്ലാവിധ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചറൽ സേവനങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിം ആനമങ്ങാടൻ.